വെൽക്കം ബാക്ക് ടു എയിംസ് ട്യൂട്ടോറിയൽ വീഡിയോസ്. ഇത് ആറാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ എയിംസിൻ്റെ പുതിയ ഒരു യൂസറാണ് A2 എന്ന് പറയുന്ന ഒരു യൂസർ നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ A2 എന്ന് പറയുന്ന യൂസർ അല്ലെങ്കിൽ അഡ്മിഷൻ ക്ലർക്ക് അയാളുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിക്കുകയാണ്. അപ്പോൾ ആദ്യം അയാൾ നേരത്തെ പറഞ്ഞ പോലെ IP അഡ്രസ്സ് നമ്മൾ കഴിഞ്ഞ അഞ്ചാമത്തെ വീഡിയോയിൽ ചെയ്ത പോലെ IP അഡ്രസ്സ് സെറ്റ് ചെയ്തു. സെർവറിൽ നിന്നുള്ള IP അഡ്രസ്സ് ചെയ്ത് അയാളുടെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് അഡ്മിഷൻ ക്ലർക്ക് അയാളുടെ സിസ്റ്റത്തിലിരുന്ന് ആ IP അഡ്രസ്സ് അടിച്ച് എയിംസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം കോളേജ് മേറ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ കറണ്ട് ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് 27-ാം തീയതിയിലുള്ള ഡേറ്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ A2 എന്ന് പറഞ്ഞ് കൊടുത്തു. സെക്ഷൻ നെയിം A2ൻ്റെ പാസ്വേഡ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ലോഗിൻ ചെയ്തു. ഇപ്പം A2 എന്ന് പറഞ്ഞ സെർവറിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആ ഒരു യൂസറിലാണുള്ളത്. ഏറ്റവും വെൽക്കം A2 എന്ന് പറഞ്ഞു വേണം. ഇദ്ദേഹത്തിന് ആണ് എന്ത് പറയുന്നത്, ഇതിലുള്ള അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹമാണ് ചെയ്യുന്നത്. ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാൻ നമ്മൾ കുട്ടി വരുമ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് അക്കാദമിക് എന്ന് പറയുന്ന ഒരു പാർട്ടിലാണ്. അക്കാദമിക്കിൽ നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റ് അഡ്മിഷൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് ഓപ്ഷൻ കാണാം. ഒന്ന് അവിടെ ന്യൂ ആപ്ലിക്കേഷൻ, അതേപോലെ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഓൾറെഡി ഇവിടെ അഡ്മിറ്റ് ചെയ്ത ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളതെങ്കിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അയാളുടെ നമ്പർ അല്ലെങ്കിൽ അഡ്മിഷൻ നമ്പർ അടിച്ചുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇനി അല്ല പുതിയൊരു ആപ്ലിക്കേഷൻ എൻ്റർ ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അതിന് ന്യൂ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ സെൻട്രലൈസ്ഡ് അഡ്മിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ക്യാബ് നമ്പറാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ക്യാബ് ID നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സം 2860 എന്ന് പറഞ്ഞ് നമ്മൾ ആ ക്യാബ് ID നമ്മളിവിടെ ടൈപ്പ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം കുട്ടിയുടെ നെയിം എന്താണോ ആ കുട്ടിയുടെ നെയിം നമ്മൾ ഫോർ എക്സാമ്പിൾ അഖിൽ എന്ന് പറയുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അഖിൽ എന്ന് പറയുന്ന കുട്ടിയുടെ ആ പേര് നമ്മളുടെ അഖിൽ KP എന്ന് പറയുന്ന കുട്ടിയുടെ പേര്. അതേപോലെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 12/5/2001. ഫാദറിൻ്റെ നെയിം അരവിന്ദൻ. അതേപോലെ അമ്മയുടെ ലത. ഓക്കെ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. കുട്ടിയുടെ കാസ്റ്റ് ഏതാണെന്നുള്ളത്, കാസ്റ്റ് ഇവിടെ ഓരോ ഏതാണെന്നുള്ളത് ഇവിടെ മുഴുവൻ കാസ്റ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫോർവേഡ് ആണെങ്കിലും ബാക്ക്വേഡ് ആണെങ്കിലും കാസ്റ്റ്, അതേപോലെ എല്ലാ കാസ്റ്റിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാസ്റ്റ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം കുട്ടിയുടെ വീട്ടുപേരാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ താഴെ കുനിയിൽ എന്ന് പറഞ്ഞാണ് വീട്ടുപേര് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വീട്ടുപേര് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. വീട്ടുപേര് മാത്രം മതിയാവും ഇവിടെ. ഇനി അല്ല എന്തെങ്കിലും ഒരു സ്ട്രീറ്റ് നെയിമും കൂടി ഉണ്ടെങ്കിൽ അത്. പോസ്റ്റ് ഓഫീസും നമ്മൾ ഇവിടെയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി പല പോസ്റ്റ് ഓഫീസും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ നേരത്തെ എൻ്റർ ചെയ്തിരിക്കുന്ന പോസ്റ്റ് ഓഫീസുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുതിയ പോസ്റ്റ് ഓഫീസ് കാണില്ല. അപ്പോൾ പുതിയ പോസ്റ്റ് ഓഫീസ് നമ്മൾ ആഡ് ചെയ്തേണ്ടി വരും. അപ്പോൾ ആ പോസ്റ്റ് ഓഫീസ് ചെയ്യാം. ഇനി ഒരു പുതിയ പോസ്റ്റ് ഓഫീസ് ആഡ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ക്ലിക്ക് ഹിയർ, ന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ പോസ്റ്റിൻ്റെ പേര് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകോഡ് ഇവിടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പോസ്റ്റ് ഓഫീസ് നെയിം ഓഫ് ദ പോസ്റ്റ് ആൻഡ് പിൻകോഡും വളരെ നിർബന്ധമാണ്. അതിനുശേഷം ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇയാളുടെ പോസ്റ്റ് ഓഫീസ് എനിക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം തൊട്ട് താഴെ ഇത് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ളതാണ്. കുട്ടിയുടെ ഫോൺ നമ്പർ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ശേഷം ഇമെയിൽ ID ഉണ്ടെങ്കിൽ അത്, SSLCയുടെ രജിസ്ട്രേഷൻ നമ്പർ, ബ്ലഡ് ഗ്രൂപ്പ്, ആധാർ നമ്പർ, ഈ ഡീറ്റെയിൽസ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇനി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്കിവിടെ ചെയ്യാം. അതിനുശേഷം നമ്മൾ സേവ് ആൻഡ് ഷോ അക്കാദമിക് ഇൻഫോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. ഓക്കെ,
സോ നമ്മൾ അഖിലിൻ്റെ ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ചെയ്തത്. ഞാൻ ഡീറ്റെയിൽസ് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പം തൽക്കാലം ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. അഖിൽ വിയുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ മുഴുവൻ ഡീറ്റെയിൽസ് വന്നു. അതിനുശേഷം ഷോ ആൻഡ് സേവ് അക്കാദമിക് ഇൻഫർമേഷൻസ്. ഇനി ഈ കുട്ടി ഏത് ക്ലാസ്സിലേക്കാണ് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ കുട്ടി BBA ഫസ്റ്റ് സെമ്മിലാണ് ഈ കുട്ടി ഇത് ചെയ്തിരിക്കുന്നത്. അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഉടനെ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അഡ്മിഷൻ നമ്പർ കൊടുത്തു, അതുപോലെ ഡേറ്റ് ഓഫ് അഡ്മിഷൻ കൊടുത്തു, പ്രീവിയസ് രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു, അതിൻ്റെ ഇയർ കൊടുത്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2ൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു, അല്ലെങ്കിൽ ഡിഗ്രിയുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഇവിടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവും. ഓൾറെഡി കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആഡ് ചെയ്ത് വെച്ചിട്ട് പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനെ ആഡ് ചെയ്യാൻ നിങ്ങൾ ന്യൂ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഏത് സെമസ്റ്ററിലേക്കാണ് നമ്മൾ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. കൺസെഷൻ കാറ്റഗറി ഏതാണെന്ന് പറയാം. അതിനുശേഷം അഡ്മിറ്റഡ് കാറ്റഗറി ഏതാണെന്ന് പറയാം. സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്. അതിനുശേഷം സേവ് കൊടുക്കുക. ഇത്രയും ആണ് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്. ഇനി ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ മാർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് പിന്നീട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്കിലും അത്യാവശ്യം ചെയ്യാൻ പഠിക്കാം. ഇത് അഡ്മിഷനോട് നടക്കുന്ന സമയത്ത് തന്നെ പരമാവധി ഇത് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള വർക്കുകൾ വളരെ എളുപ്പമായി തീരുകയും ചെയ്യും. ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു.